പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ ഡൽഹിയിലെ വസതിയിൽ റെയ്ഡിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം. ഡൽഹി പോലീസ് എഡിഎം അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. റെയ്ഡിനായി വാതിൽ തുറന്നു നൽകിയില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോകുന്നു. അതിനിടയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ആം ആദ്മി പാർട്ടി പ്രതികരിക്കുന്നത് എന്താണ് ബൽറാം? റിജിത്ത്, ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെ ഡൽഹിയിലെ വസതിയായ കപൂർത്തല ഹൗസിന് മുന്നിലാണ്. ഏതാണ്ട് 2 മണിക്കൂറോളമായി വലിയ നാടകീയ രംഗങ്ങൾക്കാണ് ഈ വസതിയുടെ ഗേറ്റ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ, അത് SDM അടക്കമുള്ള ഉദ്യോഗസ്ഥർ റെയ്ഡിനായി ഇവിടേക്ക് എത്തുകയായിരുന്നു. എന്നാൽ വാതിൽ തുറന്നു നൽകാൻ ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. തുടർന്നാണ് ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വസതിയിൽ റെയ്ഡിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ വിവരം ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിഷേധിച്ചിരുന്നു. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള റെയ്ഡും നടക്കുന്നില്ല എന്നായിരുന്നു പ്രതികരണം. എന്നാൽ പിന്നീടാണ് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത കൈവന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡിന്റെ ആപ്പിൽ ലഭിച്ച ഒരു പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡിനായി ഇവർ എത്തിയിരിക്കുന്നത്. ഈ ആപ്പ് വഴി ലഭിച്ച പരാതി എന്നുള്ളത് ഇവിടെ നിന്നും പണം വിതരണം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. തുടർന്നാണ് തങ്ങൾ ഇവിടെ എത്തിയത് എന്നുള്ളതാണ് വിശദീകരണം. എന്നാൽ പരിശോധന നടത്താൻ അനുമതി ലഭിച്ചില്ല എന്നുമാണ് വിശദീകരണം. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ADGP അടക്കമുള്ളവർ ഈ വസതിക്ക് ഉള്ളിൽ ഉണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ അനുമതി നൽകാതിരുന്നത്, ഗേറ്റ് തുറന്നു നൽകാതെ ഇരുന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പോലെ ഉന്നത വ്യക്തിക്കെതിരെ വസതിയിൽ അന്വേഷണം നടത്തുമ്പോൾ അത് ഒരു ആപ്പിലൂടെ ലഭിച്ച സാധാരണ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പരിശോധന നടത്താമോ എന്നുള്ള ചോദ്യമാണ് പഞ്ചാബ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും ഇക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഭഗവന്ത് മാന്റെ ഡൽഹിയിലെ വീടിന് മുമ്പിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. റെയ്ഡിനായി അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം എത്തിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബൽറാം.